ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസായ വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കിം സിയോക്കിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റുന്നതും കാണിച്ചുകൊണ്ടാണ്. മറ്റവൻ അവിടെ ആ നാറി പോലീസിൻ്റെ ഒപ്പമാണോ വരുന്നത് എന്ന് ചോദിച്ച് അവനെ പിടിച്ച് വണ്ടി കയറ്റും. അങ്ങനെ അവിടുന്ന് എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റി അവിടുന്ന് സ്കൂട്ടാവും. ശേഷം ജിയോണിനെ കിം വിളിക്കും. നീ ഇപ്പോൾ എവിടെയാടാ? എല്ലാം തീർന്നു. നീ മറ്റേ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വാ. അറിയാലോ, നിന്റെ അനിയൻ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അവനെ ഞാൻ വേറെ ആർക്കെങ്കിലും തൂക്കി വിൽക്കുമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അവൻ ഞാനിപ്പോൾ വരാം, എൻ്റെ പിന്നാലെ ആരും വരരുതെന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ആ സമയത്താണ് സിയൂൺ അവളെ വിളിക്കുന്നത്. അവൾ കാര്യങ്ങളൊക്കെ എന്തായി? അപ്പോൾ നീ തന്ന അഡ്രസ്സിലേക്ക് ഞാൻ വന്നു, പക്ഷെ ഇവിടെ ആരുമില്ല. അവൾ ജിയോണിനെ ഫോളോ ചെയ്യുന്നു. സിയൂണിനോട് ഞാനിപ്പോൾ എൻ്റെ ലൈവ് ലൊക്കേഷൻ വിടാം, നീ അങ്ങോട്ട് പോലീസുകാരെയും കൂട്ടി വായോ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ചാവും. അവൾ ജിയോണിനോട് ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും വരാമെന്ന് പറയുന്നു. ശേഷം സിയൂണിന് ലിയോണിൻ്റെ ഒരു മെസ്സേജ് വരും. ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടേക്ക് വരാൻ പറയും. നിന്റെ കൂട്ടുകാർ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് പുറപ്പെടുന്നു. ശേഷം യാങ്സൂനെയും സിയോക്കിനെയും ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കാണ്. ബോധം വന്ന യാങ്സു നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ നിനക്കെന്തേലും പറ്റുമോ എന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു, അങ്ങനെ വന്നതെന്ന് പറയും. യാങ്സു അയ്യോ എൻ്റെ മനസ്സലിഞ്ഞു. ശേഷം ജിയോണ് അവളോട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, മിണ്ടാ നിന്നോണം. ആദ്യമേ കിമ്മുമായി നമ്മൾ ഇടപെട്ടത് എൻ്റെ തെറ്റുകൊണ്ടാണ്. നീ ഇതുപോലെ എൻ്റെ പിന്നാലെ വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവൾ നിനക്കെന്നെ ഇഷ്ടമാണോ? നീ എന്ത് തേങ്ങയെ പറയുന്നു? അപ്പോഴാണ് ലൊക്കേഷൻ വഴി സിയൂൺ ലിയോൺ പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തുന്നത്. എന്നിട്ട് അവിടുന്ന് വീണ്ടും പോലീസിനെ വിളിക്കൂ. ശേഷം ജിയോൺ കിമ്മിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവൻ നിന്നെ ഞാൻ ഏതെങ്കിലും രീതിയിൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? നിനക്ക് ഞാൻ ഭക്ഷണവും കിടക്കാൻ ഒരിടവും തന്നു, നല്ല കാശും തന്നില്ലേ? നിൻ്റെ കീഴിലുള്ളവരെ നോക്കാൻ നിനക്കറിയില്ലേ? കൂട്ടത്തിലുള്ള ആരോ ഒറ്റയതാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടാകും. അവൻ ലിയോണിന് വേണ്ടി എന്നെ തല്ലിക്കോ എന്ന് പറയൂ. ശരി, എന്നാൽ തല്ലി വാങ്ങിക്കോടാ എന്ന് പറഞ്ഞ് അവൻ അടിക്കാൻ തുടങ്ങും. വീണ്ടും വീണ്ടും അവനെ അടിക്കും. ലിയോൺ നിർത്തുമെന്ന് പറയുമ്പോൾ അപ്പോൾ നീയാണല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ഇവളെ തീർത്തേക്കെന്ന് പറയും. ശേഷം സിയൂൺ അവളുടെ ലൊക്കേഷൻ അനുസരിച്ച് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും. കിം ആണെങ്കിൽ ആ 3 പേരിൽ ആരെ ആദ്യം കുത്തണമെന്ന കൺഫ്യൂഷനിലായിരിക്കും. യാങ്സൂനെ കുത്താൻ തീരുമാനിക്കും. നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന് പറയുമ്പോൾ വായടക്കടാ, കുറച്ച് നീറ്റിലുണ്ടാവേ എന്ന് പറഞ്ഞ് കുത്താൻ പോകുമ്പോഴേക്കും പിന്നിൽ നിന്ന് ജിയോൺ കിമ്മിനെ എടുത്തങ്ങ് എറിയും. അവിടുന്ന് അവരടി തുടങ്ങും. എന്നിട്ട് ലിയൂണിനെയും അടിക്കാൻ തുടങ്ങും. ആ നേരത്താണ് അവിടേക്ക് പോലീസ് വരുന്നത്. കൂടെ സിയൂണും. കിം, നീ ഒരു മണ്ടനാണെന്ന് ഞാൻ കരുതി, പക്ഷെ ശരിക്കും നിനക്ക് നല്ല ധൈര്യമാണല്ലോ. അവൻ എല്ലാം തീർന്നു, പോലീസ് വരുന്നുണ്ട്, നിന്റെ വണ്ടിയും അവർ പരിശോധിക്കുന്നുണ്ട്. ഇത് കേട്ട കിം ആ ഭാഗത്തേക്ക് ചെല്ലും. എന്നിട്ട് മറ്റവരുടെ കെട്ടഴിച്ചു കൊടുക്കും. എന്നിട്ട് പോകാൻ നേരം വീണ്ടും കിം അവരുടെ അടുത്തേക്ക് വരും. നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കും. ശരിക്കും പോലീസൊന്നുമില്ല, ഫോണിൽ സൈറൻ മുഴങ്ങുന്നതിൻ്റെ ശബ്ദം മാത്രം വെച്ച് പോന്നതായിരിക്കും അവൻ. അവിടുന്ന് കിമ്മിൻ്റെ ആളുകൾ അവരെ ആക്രമിക്കാൻ നോക്കും. അതിനിടയിൽ ജിയോണും ലിയോണും പോകാൻ നേരത്താണ് പോലീസ് വരുന്നത്. അവരവിടെ വളയും. അവിടുന്ന് കിം വേറൊരുത്തനെ തള്ളിയിട്ട് ഓടി രക്ഷപ്പെടുന്നു. അവൻ്റെ പിന്നാലെ സിയോണും വെച്ച് പിടിക്കും. അങ്ങനെ ഓടി ഓടി ഇനി മുമ്പോട്ട് പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നു. കിം, ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ, നീ എന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത്? സിയോൺ വീണ്ടും അവനെ അടിക്കാൻ നോക്കും. കത്തിയെടുത്ത നേരം യാങ്സുവും അവിടെ എത്തുന്നു. ഇതെന്താണ് എല്ലാവരും എൻ്റെ പിന്നാലെ വരുന്ന നായ്ക്കളെ, എങ്കിൽ വാടാന്ന് പറഞ്ഞ് അവരാകും ഫൈറ്റ്.
അങ്ങനെ കിമ്മിൻ്റെ ബോധം പോയിട്ടുണ്ടാകും. ശേഷം ജിയോൺ അവൻ്റെ അനിയനെയും ലിയൂണിനെയും പുറത്താക്കി നിങ്ങൾ വിട്ടോന്ന് പറയും. നീ ഇതിൽ നിരപരാധിയാണ്, അതുകൊണ്ട് പോ എന്ന് പറയും. പക്ഷെ അവൾക്ക് മനസ്സില്ലാ മനസ്സോടെ അവിടുന്ന് പോകേണ്ടി വരികയാണ്. പോലീസ് വന്ന് അവനെ പിടിക്കുന്നു. അതുപോലെ കിമ്മിനെയും അവൻ്റെ ആളുകളെയും എല്ലാവരെയും പൊക്കൂ. അതിനുള്ളിൽ ജിയോണിനെയും അവൻ കാണും. ഡാ നാറി, നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാമെന്ന് പറയുമ്പോൾ തല കൊണ്ട് മോന്തക്കിട്ടൊന്ന് കൊടുത്ത് ഇനി നിന്നെ കാണാനേ എനിക്ക് താല്പര്യമില്ലട പന്നി എന്ന് പറയും. ശേഷം യാങ്സു അടി കഴിഞ്ഞതുകൊണ്ട് നല്ല വിശപ്പ്, ഒരു പോത്തിൻ്റെ സൂപ്പൊന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറയും. ആ നേരത്ത് അവരുടെ അടുത്തേക്ക് സിയോക്ക് വരുന്നത് കണ്ട യാങ്സു, എൻ്റെ പൊന്നോ നീ ജീവനോടുണ്ടല്ലേ, നീ വടിയായിന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ അവൻ്റെ പിന്നാലെ പോയപ്പോൾ ഞാൻ സിയുവിൻ്റെ ഫോൺ അന്വേഷിക്കുകയായിരുന്നു, അത് കണ്ടുപിടിക്കാൻ ടൈം എടുത്തു എന്ന് പറയും. എന്നിട്ട് ആ ഫോൺ കൊടുക്കും. എന്നിട്ടൊരു പോലീസുകാരൻ വന്ന് സിയുവിനോട് സ്റ്റേഷനിലേക്ക് വാ, നിൻ്റെ സാക്ഷിമൊഴി വേണമെന്ന് പറയും. അതുപോലെ സിയോക്കിൻ്റെയും. ശേഷം ഒരു വക്കീൽ, ഞാൻ പോലീസ് ചീഫിനോട് സംസാരിച്ചിട്ടുണ്ട്, സ്കൂളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അവർ രഹസ്യമാക്കി വെച്ചോളും. ഈ കേസുമായി നിങ്ങൾക്ക് രണ്ടാൾക്കും ഇനി യാതൊരു ബന്ധവുമില്ല. ഇത് നിൻ്റെ വീട്ടുകാർ അറിയാൻ ഇടവരുത്തരുത് സിയൂൺ, നീ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയും. അതിൽ കിം മാത്രമാണ് കുറ്റവാളിയെന്നും ബാക്കിയുള്ളവർ നല്ലവരാണെന്നും സിയൂൺ പറയും. സിയോക്ക്, ഇതെൻ്റെ അച്ഛനറിയാതെ നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയും. നമുക്ക് പോവാം, അച്ഛനറിയാതെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, വാ പോവാമെന്ന് പറയും. ശേഷം ജിയോൺ സിയൂണിനെ വിളിച്ച് നമുക്ക് എന്നേലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം എന്ന ഒറ്റ വിചാരമേ ഉള്ളൂ അല്ലേ എന്ന് ചോദിച്ച് അവൻ പോകുന്നു. പുറത്തുനിന്ന് ലിയൂണിനെ കാണും. അവൾ ജിയോൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനെതിരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശേഷം വക്കീൽ സിയോക്കിനോട്, ഇവൻ നിന്നോട് ചെയ്തതുപോലെ തന്നെ തിരിച്ചു ചെയ്യാനാണ് MP പറഞ്ഞത്, കുഴപ്പമില്ല നീ ഇടിച്ചോന്ന് പറയും. എനിക്ക് കുഴപ്പമില്ല സാർ എന്ന് പറയും. ഇത് കേട്ട് മറ്റവൻ ഇളിക്കുമ്പോൾ മോന്തക്കെട്ടൊന്ന് കൊടുക്കും. അനങ്ങാൻ നിന്നോണം, എന്നെ നോക്കെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. പഞ്ചിങ് ബാഗിനെ ഇടിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയും. കിം, ഓക്കെ എന്നാൽ ഇടിച്ചോ. ആ സോഡാ കുപ്പി നിന്റെ കൂട്ടുകാർ ചെയ്ത പോലെ എൻ്റെ അടുത്തേക്ക് വാ. ഓ നീ അവരുടെ വാലാണല്ലേ, ആ നാറികളെ വെച്ച് നോക്കുമ്പോൾ നിനക്കൊരു ശക്തിയുമില്ല. അവന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ പുറത്തേക്ക് പോകുന്നു. ശേഷം അവർ യാങ്സുവിനെ ചെന്ന് കാണും. ഇവൾക്ക് സോറി പറയണമെന്ന് പറയും. അങ്ങനെ സോറി പറയും. സിയോക്കിൻ്റെ അച്ഛൻ പാർലമെൻറ്റിലെ ഒരു MP ആണ്, അതുകൊണ്ട് ഈ കേസ് അയാൾ ഒതുക്കിയിട്ടുണ്ട്, നമ്മളിനി ഇതിൻ്റെ ഭാഗമല്ല. പിന്നെ അവൻ്റെ അച്ഛൻ്റെ സെക്രട്ടറി വന്നിട്ടാണ് ഇവിടുത്തെ ബില്ലൊക്കെ അടച്ചതെന്ന് യാങ്സു പറയും. ലിയോണിനോട് നീ ഭയങ്കര കിടുവായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവളെ അനുകരിച്ച് കാണിക്കാൻ തുടങ്ങും. അവൾ എന്നെ അനുകരിക്കുകയാണല്ലേ, നിനക്കെന്നെ ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് മിണ്ടായിരുന്നു പെണ്ണേ. അപ്പോൾ അവൾ പെട്ടെന്ന് കഷ്ടമായിപ്പോയല്ലോ, ഞാൻ സിയുണ്ടേതാ, നിങ്ങൾ ഡേറ്റിങ്ങിലാണോ? ഏയ് അല്ലെന്ന് പറയുമ്പോൾ അതെ ഞങ്ങൾ ലൊക്കേഷൻ വരെ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. യാങ്സു, രണ്ടാളും നല്ല ചേർച്ചയാ, നിങ്ങൾ ഡേറ്റ് ചെയ്തോന്ന് പറയും. ശേഷം സിയൂണ് അവർക്ക് കഴിക്കാനായി ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവരും. യാങ്സുവിന് ഇന്നലെ പറഞ്ഞ ആ സൂപ്പായിരിക്കും മേടിച്ച് കൊടുത്തിട്ടുണ്ടാവുക. യാങ്സു അന്തം വിട്ട്, എന്താണ് ഇങ്ങനെ തോന്നാൻ, രോമാഞ്ചം വരുന്നത്, എന്താ നിൻ്റെ പ്രശ്നം? അതായത് നീ ഭയങ്കര കരുണയുള്ളവനാ, നിൻ്റെ സംസാരം പെരുമാറ്റം എല്ലാം വിചിത്രമായി തോന്നുക. അപ്പോഴാണ് സിയൂൺ ഒന്ന് ചിരിക്കുന്നതായിട്ടെങ്കിലും നമ്മൾ കാണുന്നത്. ശേഷം കാണിക്കുന്നത് സിയോക്കിൻ്റെ അച്ഛനെയാണ്. അവിടെ അവനെ ഷർട്ടില്ലാതെ നിർത്തിയിരിക്കുകയായിരിക്കും. അയാളൊരു ഗോൾഫിൻ്റെ ബാറ്റ് എടുത്ത് എന്ത് നോക്കി നിൽക്കാമെന്ന് പറഞ്ഞ് 2 കൈയും കുത്തിയിരിക്കാൻ പറയും. നിന്നെ ഞാൻ എന്തിനാ ദത്തെടുത്തതെന്ന് എനിക്കറിഞ്ഞൂടാ, നിന്നെക്കൊണ്ടൊരു ഗുണവുമില്ല എന്ന് പറഞ്ഞ് അത് വെച്ച് അവൻ്റെ ബാക്ക് അടിച്ച് പൊളിക്കാൻ തുടങ്ങും. ഇവൻ ഈ പ്രശ്നത്തിലൊക്കെ പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.